ഷാജി കോടങ്കണ്ടത്ത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെക്കുറിച്ച് CN ബാലകൃഷ്ണൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ പരാതി കൊടുത്തിരുന്നു. പക്ഷേ നടപടിയെടുത്തില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഇവിടെ നേരത്തെ ആരോപിക്കപ്പെട്ട പോലെ ഈ പരസ്പര സഹായ സഹകരണ സംഘങ്ങളായി കോൺഗ്രസും അതുപോലെ CPM ഒക്കെ പ്രവർത്തിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ കോൺഗ്രസ് ഭരണസമിതിയുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലെ അഴിമതി കഥകളായിരിക്കുമോ പുറത്തു വരിക? ഇതൊക്കെ ബൂമറാങ്ങായി തിരിച്ചടിക്കുമോ? കോൺഗ്രസ് പ്രസ്ഥാനം പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനം ഒരു കാലത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊള്ളയ്ക്കും കൂട്ടുനിന്നിട്ടില്ല. അത് കൊള്ളയ്ക്കല്ല, അത് കുഴപ്പണ തട്ടിപ്പായാലും കോൺഗ്രസ് പ്രസ്ഥാനം എന്നും ഈ വക തട്ടിപ്പുകളെ എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. CN ബാലകൃഷ്ണൻ അദ്ദേഹം പരാതി കൊടുത്തു എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല. അത് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാവാൻ സാധ്യത. CN ബാലകൃഷ്ണൻ സഹകരണ മന്ത്രിയായപ്പോൾ സഹകരണ പ്രസ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഊർജം കൊടുത്ത ഒരു മന്ത്രിയാണ് CN ബാലകൃഷ്ണൻ. സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. മിൽമ പോലെയുള്ള സൊസൈറ്റികളും പാൽ സഹകരണ സംഘങ്ങളും ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഖാദി പോലെയുള്ള സഹകരണ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പ്രയത്നിച്ച CN ബാലകൃഷ്ണൻ ഇതുപോലെയുള്ള ഒരു അഴിമതിയെ സംബന്ധിച്ച് ഇദ്ദേഹം പരാതി കൊടുത്ത് അദ്ദേഹത്തിന് ആ റെസീറ്റ് കാണിച്ചു തരാൻ, അല്ലെങ്കിൽ ആ മന്ത്രിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നമ്പർ കാണിച്ചു തരാൻ അദ്ദേഹം കാണിച്ചു തരുന്നിട്ടാണ് ഇത് പറയണമെങ്കിൽ അതിന് കൃത്യമായ ഉത്തരം എനിക്ക് പറയാൻ സാധിക്കും. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് ഞാൻ 2015 മറ്റാൾക്ക് പരാതി കൊടുത്തു, അവർക്ക് പരാതി കൊടുത്തു എന്ന് പറയൽ മാത്രമല്ല, ഒരു രേഖാപ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനമോ CN ബാലകൃഷ്ണനോ ഒരു കാലത്താലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കില്ല. ഇതൊരു സംഘടിത കൊള്ളയാണ്, ഓർഗനൈസ്ഡ് ലൂട്ടാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ സംസാരിച്ചു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച്. ഈ ഓഡിറ്റർ ആയി വരുന്നത് ആരാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഓഡിറ്റിന് വരുന്നത്. അവർ ഓഡിറ്റിന് വന്ന് എന്ത് അപാകതകൾ കണ്ടാലും അവർ ആ റിപ്പോർട്ടിൽ കാണിക്കുകയില്ല, അല്ലെങ്കിൽ അവർ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ അത് പുറം ലോകം കാണുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഘടിതമായ കൊള്ളയാണ്. ഭരണസമിതി, മാർക്സിസ്റ്റ് പാർട്ടി ജോലിക്ക് വെക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ മക്കള്, അല്ലെങ്കിൽ ബന്ധുക്കള്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകര്, പിന്നെയുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന ഭാരവാഹികള്. ഇവര് കൂടിയുള്ള ഒരു സംഘടിതമായ കൊള്ള നടക്കുമ്പോ എങ്ങനെയാണ് ഒരു അസിസ്റ്റന്റ് ഇദ്ദേഹത്തിന് ഈ ഓഡിറ്റ് റിപ്പോർട്ട് വെച്ച് അദ്ദേഹത്തിന് നിയമയുദ്ധം നടത്താൻ സാധിക്കുക? ഈ താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് ഈ ഓഡിറ്റ് ചെയ്യാൻ വരുന്നത്. ഇവിടെ ഏറ്റവും വിചിത്രമായ കാര്യം, 4 വർഷം ഓഡിറ്റ് ചെയ്ത അസിസ്റ്റന്റ് രജിസ്ട്രാറെ എന്നെയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഇതൊരു സംഘടിത കൊള്ളയാണ് നടക്കുന്നത്. ഈ സംഘടിത കൊള്ള തടയണമെങ്കിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകളെ ഒരു ജുഡീഷ്യൽ ഒരു വിഭാഗം പരിശോധിക്കാനും അതുമായി ഒരു കോസി ജുഡീഷ്യൽ സംവിധാനം ഒരു ഓർഡിനൻസ് ആയി കൊണ്ടുവന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പരിശോധിച്ച് അതും നിയമ നടപടി കൈക്കൊള്ളാൻ അധികാരമുള്ള ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഇത് നിർത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പറയുന്നു പ്രൈവറ്റ് ഓഡിറ്റേഴ്സിനെ വെക്കാൻ പറയുന്നു. പ്രൈവറ്റ് ഓഡിറ്റേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ അവരെ ഭീഷണിപ്പെടുത്തും. ആ ഓഡിറ്റർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും മാർക്സിസ്റ്റ് പാർട്ടി. അവര് ആ രീതിയിലുള്ള ഗുണ്ടായിസാണ് നടക്കുന്നത്. ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മരം വെട്ടായാലും എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊള്ളയാണ് നടക്കുന്നത്. അത് സംസ്ഥാന തലത്തിലായിരുന്നു കൊള്ള നടത്തിയിരുന്നത്. ഇപ്പൊ അത് താഴെ തട്ടില് പ്രാഥമിക സഹകരണ സംഘത്തിൽ അടക്കം കൊള്ള ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ താഴെത്തട്ടിലുള്ള നേതാക്കൾ, ഏരിയ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് സംസ്ഥാന തലത്തിൽ കൊള്ള ചെയ്യുമ്പോൾ ഞങ്ങൾക്കും ഇവിടെ അത്യാവശ്യം ജീവിക്കാൻ സൗകര്യത്തിന് കൊള്ള ചെയ്താൽ എന്താണ് എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അതായത് സംസ്ഥാനം മുതൽ താഴെത്തട്ടിലെ പ്രാഥമിക സഹകരണ സംഘം വരെ കൊള്ള ചെയ്ത് കാശുണ്ടാക്കാം എന്നുള്ള ഒരു സംവിധാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. ഇത് ഇവിടുത്തെ പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമാക്കും. ഓക്കെ, ഡോക്ടർ രാജേഷ്, ഈ ക്രെഡിറ്റ് ഗ്രോത്തിന് സംഭാവനകൾ നൽകേണ്ട ബാങ്കുകൾ വഴിപിഴച്ചാൽ എന്ത് ചെയ്യും?
ബാങ്കുകൾ ക്രെഡിറ്റ് ഗ്രോത്തിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ മാതിരി ഏറ്റവും വലിയ ആവശ്യമാണ് ബാങ്കിനെ നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റില്ല. കാരണം നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കേണ്ടതാണ്. നമ്മുടെ കർഷകർ ഇവർക്കൊക്കെ ലോൺ ഗ്രാൻഡ് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഇത് നമ്മൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്താലും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പ്രതികളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, നിരവധി കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പ്രശ്നമുണ്ട്. നല്ലപോലെ ഫങ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. 12 വർഷത്തോളം കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപം ഉള്ളതും ഒക്കെ ഉണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ വേണ്ടി പറ്റും, ഇതുവരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവരായിട്ട് യാതൊരു പ്രശ്നമില്ല. നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കൃത്യമായ കാര്യങ്ങൾ, റിപ്പോർട്ടുകൾ കൃത്യമായി കമ്പ്യൂട്ടറൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. കാരണം ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ നടത്തിയാൽ വലിയ ലാഭകരമായിട്ട് നടത്താനും കഴിയും. കാരണം ഈ ഗോൾഡ് ലോൺ മുതലായ കാര്യങ്ങളൊക്കെ ഇവർ ഒരുമാതിരി സുതാര്യമായിട്ടും പിന്നെ കൂടുതൽ റൂറൽ ബെൽറ്റിലേക്കൊക്കെ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള രീതിയിലാണ്. അപ്പോൾ ഈ സഹകാരികളുടെ അത് മാത്രമല്ല, അവർ പല കോപ്പറേറ്റീവ് സ്റ്റോറുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ കോപ്പറേറ്റീവ് സ്റ്റോറുകളിലൂടെയൊക്കെ സാധനങ്ങളൊക്കെ ഒരുവിധം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്. കാരണം ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കാരണം ഇതിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു സാമ്പത്തിക ശാസ്ത്രമൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ആദ്യ പോയിന്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഈ റെഗുലേറ്റർ വരണം. നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ റെഗുലേഷനും ഈ പണവും ഇതിന്റെ കൈയാളലും ഇനി ഇതിൽ എത്രയോ വലിയ സ്കാം ഇവിടെ നടക്കും, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെയോ. അല്ല, ഈ സഹകരണ ബാങ്കുകളിലൂടെ കള്ളപ്പണം വരുന്നില്ലേ ഡോക്ടർ രാജേഷ്? സംശയമില്ലല്ലോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഞാനൊരു റിപ്പോർട്ട് വായിച്ചു, ഏതോ ഒരു വലിയ രാഷ്ട്രീയക്കാരന്റെ മകന്റെ പേരിൽ എന്തോ വലിയ തുക കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. അത് ഉറപ്പായിട്ടും കള്ളപ്പണത്തിന്റെ കാര്യം ഇവിടെ നമ്മൾ സംസാരിക്കാതിരിക്കുക നല്ലത്. വലിയ തുകകളൊക്കെ കൈമാറുന്നുണ്ടാവും. ഇവർ KYC നോംസും മറ്റു കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഇവരൊക്കെ തന്നെ തന്നെയല്ലേ ഇത് ഭരിക്കുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടി ഒരു സഹകരണ പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ്. അതാ പറഞ്ഞത്, എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് വേണം എന്നുള്ള ആവശ്യം വളരെ ശക്തമായിട്ട് പറയുന്നത്. ബാങ്കിങ് റെഗുലേഷൻ കൃത്യമായി ഇവർക്കും ബാധകമാക്കണം. എന്തുകൊണ്ട് ഇവർക്ക് ബാധകമാക്കിക്കൂടാ? ബാങ്കിങ് ആക്ടിവിറ്റീസ് ആണല്ലോ അവർ ചെയ്യുന്നത്. ഈ പ്രൈമറി കോപ്പറേറ്റീവ് സംഘങ്ങളെ ബാങ്ക് എന്നുള്ള പേര് കൊടുക്കാൻ പാടില്ല എന്നുള്ള പുതിയ അമെൻമെന്റ് ആക്ട് പ്രകാരം ഇവർക്ക് ബാങ്ക് എന്നുള്ള പേര് ചേർത്താൻ പാടില്ല എന്നുള്ള നിയമത്തിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ബാങ്കിന് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഉണ്ടല്ലോ, അതേപോലത്തെ ബാക്കിയുള്ള എല്ലാ നോംസുകളും ഇവർ കീപ്പ് ചെയ്യണമല്ലോ. അതേപോലെയാണ് ഞാൻ പറഞ്ഞത് ഈ റെഗുലേഷന്റെ കാര്യം. അതിൽ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. കാരണം അങ്ങനെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഉണ്ടെങ്കിൽ ഒന്നുകിൽ അയാളുടെ കയ്യോ കാലോ തല്ലി ഓടിക്കും ഇവർ, ഒരു സംശയം വേണ്ട, അല്ലെങ്കിൽ തല കാണില്ല. അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്, ഈ രാഷ്ട്രീയക്കാർക്ക് കൈയാളുന്ന രീതിയിൽ ഇത് വരരുത്. ഇവിടെ നല്ല റെഗുലേഷനും കാര്യങ്ങളും വരണം. ഇവർ ഭരണവും കാര്യങ്ങളൊക്കെ നടത്തിക്കോട്ടെ. ഇവർക്ക് വേണമെങ്കിൽ കുറച്ച് ഈ ഇൻട്രസ്റ്റിന്റെ കാര്യത്തിലൊക്കെ ഇവർക്ക് ചെറിയ ചെറിയ വേരിയേഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. അതൊരു അട്രാക്ഷനായിട്ട് നിൽക്കാറുണ്ട്. പലപ്പോഴും അവർ ദീർഘകാലം 3 വർഷത്തെ സ്കീം, 2 വർഷത്തെ സ്കീം എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് സമാഹരണ മാസമുണ്ട്. ആ മാസം അവർ നമ്മളെയൊക്കെ വീടുകളിൽ വന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അഡീഷണൽ സ്കീം കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് തന്നിട്ട് ഇവർ കൊണ്ടുപോകും. ഇന്നവരെ ഞാൻ 12 വർഷം വരെയായിട്ട് ഡീൽ ചെയ്തിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഈ ബാങ്കായിട്ട് സംഭവിച്ചിട്ടില്ല. നല്ല രീതിയിൽ, എനിക്ക് പേരെടുത്ത് വരെ വേണ്ടി പറയാം, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അവർ വലിയ രീതിയിൽ കൊള്ള പലിശ കൊടുക്കുകയോ ഒന്നും ചെയ്യാറില്ല. എല്ലാ നോംസും ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വർണത്തിൻ്റെ സൂക്ഷിക്കാൻ എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെയും കൂടി വിശ്വാസത നഷ്ടപ്പെടുകയാണ്. അവിടെയുള്ള കസ്റ്റമേഴ്സ് ഈ വാർത്തകൾ കേട്ടിരുന്ന അവർ കുറേ കഴിഞ്ഞ് അവർ ആലോചിക്കും. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സഹകരണ ആക്ടിൽ തന്നെ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 100 രൂപ മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത്ര രൂപ ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ വെക്കണം, ഇത്ര ക്യാഷ് റിസർവ് ആയിട്ട് വെക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അതാണ്. അത് മൊത്തം തുകയും അങ്ങോട്ട് ലോണായിട്ട് കൊടുക്കും. അതേമാതിരി വസ്തുക്കൾ എങ്ങനെ വാല്യൂ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ വളരെ പ്രൊഫഷണലായ ഏജൻസികളുടെ ഒരു സഹായം കൂടി വേണം. ഇവരുടെ ഡോക്ടർ രാജേഷ്, ഈ സംവാദം കാണുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപമുള്ള സാധാരണക്കാരുണ്ടാവും. അവരുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാൻ എന്താണ് പോംവഴി? ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല, ബാങ്ക് റപ്റ്റാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. എവിടെ നിന്നൊക്കെ വായ്പ എടുക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ വായ്പ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലെന്താണ് ഒരു പോംവഴി? ഇവരിപ്പോൾ ഇന്നിപ്പോൾ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, പിന്നെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നു. അതല്ലല്ലോ ഇതിൻ്റെ പരിഹാരം. അത് അവർ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി അത്ര തന്നെ. പക്ഷെ ഇവർക്ക് ഇനിയിപ്പം നിയമപരമായി നീങ്ങുകയാണെങ്കിൽ പോലും ഇവർക്കൊരു രക്ഷ കിട്ടുമോ?
ഈ നിയമപരമായിട്ട് പോകുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് കോൺസ്പിറസിയുടെ പോലത്തെ വകുപ്പുകളൊക്കെ എടുത്ത് ക്രിമിനൽ രീതിയിൽ കുറ്റങ്ങൾ ഇതാക്കി എങ്കിലും എന്താ ഇവരെ കോടതി ശിക്ഷിച്ചാൽ ഇവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുവകകളൊക്കെ കണ്ടുകെട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വത്തുവകകൾ ഒരു ലിക്വിഡേറ്ററെ പോലെ ഒരു വ്യക്തിനെ വെച്ചിട്ട് ആ വ്യക്തി, അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് ഇൻസോൾവൻസി പ്രോസസ്സൊക്കെ ഉണ്ട്. അത് ബാങ്കുകളെ സംബന്ധിച്ച് ഇൻസോൾവൻസിയും അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അത് അത്രയും ഇതിൽ പറ്റിയില്ലെങ്കിൽ ഒരു ലിക്വിഡേറ്ററെ വെച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രൊഫഷണൽ ഏജൻസീനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഗവൺമെൻറ് സംവിധാനത്തിൽ ഒന്നും നടക്കില്ല, എല്ലാം മൂടി മറക്കുകയുള്ളൂ. ഇനി ഇവരിൽ നിന്നും ഇവരുടെ ബന്ധുക്കളിൽ നിന്നും ഒക്കെ പോയിട്ട് എത്ര അസറ്റ്സുകളുണ്ട് ഇതെല്ലാം തിട്ടപ്പെടുത്തി അതൊക്കെ അറ്റാച്ച് ചെയ്യണം. അവരുടെ ബാങ്ക് ബാലൻസ് എല്ലാ കാര്യങ്ങളും ഇവർ എത്ര മറച്ചു, ഇത് ഈവൻ എബ്രോഡിലേക്കൊക്കെ ഈ പണം കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവിടെ നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നു, ഇവർ ഏതൊക്കെ രീതിയിൽ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പൊ റിസോർട്ടുകളൊക്കെ പോയി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ റിസോർട്ട് നോക്കിക്കഴിഞ്ഞാൽ വല്ലവനും അവൻ പറയും ഇത് എൻ്റെ റിസോർട്ടാണെന്ന് പറഞ്ഞ് വല്ല സോഴ്സും കൊണ്ടുവന്നാൽ എങ്ങനെ അതിന് നിയമപരമായിട്ട് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് ഇത് കിട്ടി, ഇതൊരു ലോങ് പ്രോസസ്സായിട്ട് പോകും. ഇതിന് ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ ഇല്ല. ഗവൺമെന്റ് എങ്ങനെ ഈ പണം എടുത്തു കൊടുക്കും? ഇത് ഈവൻ നമ്മൾ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളെയൊക്കെ റീക്യാപിറ്റലൈസ് ആരുടെ ഫണ്ടാണ് ഈ റീക്യാപിറ്റലൈസ് ചെയ്യുന്നത്? നമ്മുടെ ഈ നികുതി പണം അല്ലേ ഉപയോഗിക്കുന്നത്? അത് എത്ര NPA ആയിട്ട് പോകുന്നു? ഇവർക്ക് NPAയുടെ മുകളിൽ എന്തെങ്കിലും ഒരു റോളുണ്ടോ? ഈ ഇതിൻ്റെ അകത്ത് ഇവർ വേണമെങ്കിൽ പേരിന് കുറച്ച് പലിശ അതിലേക്ക് അടച്ചു വെക്കും. കാരണം എന്താ, ഇപ്പോഴത്തെ അക്കൗണ്ടിങ് നോംസ് പ്രകാരം പലിശ വന്നുകൊണ്ടിരുന്ന മുതലടക്കേണ്ട, പലിശ വന്നുകൊണ്ടിരുന്നാൽ തന്നെ NPA ആവില്ല. ആ രീതിയിൽ ഇവർ കുറെ പലിശകൾ അടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവാം ചിലപ്പോൾ, ചെറിയ ചെറിയ ക്യാപ്സൂൾ എമൗണ്ട്. കാരണം കോടികളാണല്ലോ സൈഫൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഈ എമൗണ്ട് ഇതിനെ ആക്റ്റീവാക്കി വെക്കുന്നുണ്ട്. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഡീപ്പായിട്ട് പോയി. നമ്മൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് കോപ്പറേറ്റീവ് ബാങ്കുകളെ കൊല്ലാൻ പോകുന്നു, പിടിച്ചു പറിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സംഗതി ഇതാണ്. ഇവിടെ കള്ളപ്പണം എന്ന് പറയുന്ന കാര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ച് നമുക്ക് ഇവിടെ അൺഎൻഡിങ്. അല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അസ്കറിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹമാണ് ഇതിനൊക്കെ മറുപടി നൽകേണ്ടത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം എങ്ങനെ ഉറപ്പുവരുത്തും? ഇപ്പം എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ കൂട്ടക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കുന്നതിൽ അറയ്ക്കും അല്ലേ നമ്മുടെ ആളുകളൊക്കെ, സാധാരണക്കാരൊക്കെ. പക്ഷേ എങ്ങനെ ഈ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവും? താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ട് ഇതിന് സാധിക്കുമോ? അത് നിർബന്ധമാണ്. സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തിയേ മതിയാവും. അതിനുള്ള ബില്ല് പാസ്. ഇന്ന് ഞാൻ മറ്റൊരു ചാനലിൽ ഇതിൻ്റെ ഡിസ്കഷനിൽ പോയപ്പോൾ ഇവിടെ വന്നിട്ടുള്ള പ്രതിനിധികൾ വളരെ നല്ല പ്രതിനിധികളാണ്. കാരണം പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യക്തി തന്നെ ഇതിൻ്റെ ക്രക്സ് ഇഷ്യൂവിനെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം തന്നെ ഈ കേൾക്കുന്ന ജനങ്ങൾ കഴുതകളല്ലാന്ന് മനസ്സിലാവും. അതായത് അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊരു ഇഷ്യൂ ആണെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ ഒരു പെയിനെങ്കിലും അവർ കാണുന്നുണ്ട്. ഇന്ന് ഞാൻ മറ്റൊരു പാനൽ മുഴുവൻ എതിർക്കുകയായിരുന്നു. രാഷ്ട്രീയക്കാരെ മാറ്റിക്കൊണ്ട് ഇവിടെ ഒരു ഇത് കാര്യമില്ലെന്ന്. പിന്നെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിട്ട് രക്ഷയുള്ളൂ. കാരണം ഇവരിത് കൈയാളി കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ഇവർക്ക് ഇതിൻ്റെ സപ്പോർട്ടുണ്ട്. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. ഇതിൽ വേറെ ഏജൻസികൾക്കൊന്നും പോയിട്ട് അപ്ലൈ ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഏജൻസികളൊക്കെ വരും. പക്ഷേ ശ്രീ അനിൽ നമ്പ്യാർ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. എൻ്റെ ഉള്ളിലും അതാണ്. കാരണം ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അവരുടെ വേദനയാണ്. എത്ര കാലം കൊണ്ട് സമ്പാദിച്ച പണമൊക്കെ ആയിരിക്കും. 10 ലക്ഷം രൂപയൊക്കെ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ദേശസാൽകൃത ബാങ്ക് പോലെയാണ്. ഇപ്പോൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് ചെയ്ത് പലിശയൊക്കെ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷെ ഒരു സുപ്രഭാതത്തിലാണ് ഇതിന് പൊട്ടലുണ്ടാകുമ്പോഴാണ് ഇത് അറിയുന്നത്. ഇത് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് എത്ര ടു വാട്ട് എക്സ്റ്റെൻഡ് ഇവർക്ക് കിട്ടുന്നുള്ളതാണ്. 1 ലക്ഷം രൂപ ഇൻഷുറൻസ് ആണ്. അപ്പോൾ ആ 1 ലക്ഷം രൂപ വരെയുള്ള അതിലും വലിയ തുകകളാണ് ഇതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ലോൺ എടുത്ത് പോയവരെ സംബന്ധിച്ച് ഒരു പക്ഷേ ഈ വസ്തുവിനെക്കാട്ടിലും വലിയ ലോണാണെങ്കിൽ അവർ ആ വഴിക്ക് പോവില്ല. നമ്മളെ US ഉണ്ടായ മാതിരി പ്രോപ്പർട്ടിയിൽ ഉണ്ടായ ലോൺ കൊടുത്തിട്ട് അത് മറ്റേ അസറ്റ് പാക്ക് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത മാതിരി അതേപോലത്തെ ഒരു ഇത് വരും. നമ്മൾ ഗവൺമെന്റ് ഇതിനെപ്പറ്റി എന്തുകൊണ്ട് ചിന്തിക്കണം. കാരണം അവരുടെ ഏജൻസികൾ തന്നെ ഇതിൽ കക്ഷികളായിട്ട് നിൽക്കുന്നത്. ഇത് ഇസ് എ വെരി സീരിയസ് പ്രോബ്ലം. ഇത് പല ചാനലുകളിലും ഇത് ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അതോടുകൂടി ഇതിന്റെ ചൂട് തീരാൻ പാടില്ല. ഇനി പുതിയ ഇഷ്യൂ വരുന്ന ഞാൻ ഉറപ്പിച്ചു പറയുന്നു. കാരണം പല ബാങ്കുകളുടെ വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് റിസ്ക് പോലെ, ഞാൻ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക്
റിസ്ക് എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് പോവാതെ നമ്മൾ നോക്കണം. ബാങ്കുകൾക്ക് ഇപ്പോൾ റെഗുലേഷൻ ഉണ്ടല്ലോ, നമ്മുടെ നാഷണലൈസ് ബാങ്കുകൾക്കൊന്നും ഇത്ര വലിയൊരു ഇഷ്യൂ ഇല്ല. ഉണ്ടെങ്കിൽ പോലും RBI അതിൽ ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് RBI പോലത്തെ റെഗുലേറ്ററെ കൊണ്ടുവരുന്ന ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് അവർ സഹകരണ സംഘം നടത്തിക്കോട്ടെ, അതിന് നമുക്ക് പ്രശ്നമില്ല. അതിന് ശരിക്കുള്ള മാർഗനിർദ്ദേശം ഗൈഡ് ലൈൻസും കൊണ്ടുവന്നോട്ടെ, അവരുടെ ചില സജഷൻസും കാര്യങ്ങളൊക്കെ അവർ വെച്ചോട്ടെ, അത് കൃത്യമായി പാസ്സാക്കിയതിന് ശേഷം അതും കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യണം. ആ രീതിയിൽ ഉള്ള ഒരു സംഘത്തിലേക്ക് പോകണം. അതേമാതിരി പ്രൊഫഷണൽ ഏജൻസി ഓഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യം ഇപ്പോൾ AR ആണ് ഇതിൻ്റെ നടത്തിപ്പ് നടത്തുന്നത്. അത് 2 വിഭാഗമായിട്ട് തിരിച്ചിട്ടാണ് ഈ ജില്ലകളിലേക്കും ഇത് സോണിലേക്കൊക്കെ ഉള്ളത്. ഇത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥനാണ്. ഇപ്പം നമ്മളെ പത്തനംതിട്ട കളക്ടർ അദ്ദേഹമാണ് ഇപ്പോൾ അത് രജിസ്ട്രാർ അതിലേക്ക് പദവിയിലേക്ക് ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സാർ 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത എൻ്റെ സിസ്റ്ററിന് 2000 രൂപയാണ് ലഭിച്ചത്, 10,000 പോലുമില്ല കരുവന്നൂർ ബാങ്കിൽ. ഇതാണ് അവസ്ഥ. എന്തായാലും കൂടുതൽ നിക്ഷേപകർ ആത്മഹത്യയിലേക്ക് അതെ കൂടുതൽ നിക്ഷേപകർ ആത്മഹത്യയിലേക്ക് പോകുന്നത് തടയേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. ഡോക്ടർ രാജേഷ്, ഞാൻ ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. മറ്റൊരു ഇടവേള കൂടി എടുക്കുന്നു. അത് സത്യമാണ്. ജനന്റെ പേര് തുടരുന്നു. ഇനി അഡ്വക്കേറ്റ് BN ഹസ്കറിൻ്റെ ഊഴമാണ്. അഡ്വക്കേറ്റ് ഹസ്കർ, കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം സ്ഥാപിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ചിലർക്ക് മുട്ടിടി തുടങ്ങി. എന്തുകൊണ്ടാണ്? കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ CPM നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എത്ര നിക്ഷേപം കാണും? അതുപോലെ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയിൽ ഇവർക്കൊക്കെ എത്ര നിക്ഷേപമുണ്ട്? അവിഹിത മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്നതെല്ലാം കൊണ്ടുപോയി ഇടാൻ ഒരു സംവിധാനം, അതിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ഈ മുട്ടിടി. ഈ തട്ടിപ്പും വെട്ടിപ്പും എന്നേക്കുമായി അവസാനിപ്പിക്കാനും സഹകരണ പ്രസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരം ഒഴിവാക്കാനും എന്ത് പരിഹാരമാർഗമാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇപ്പോൾ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ CPM പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പാർട്ടിയുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് അയക്കില്ല. എസ്കേപ്പിസമാണ്. കാരണം മറുപടി ഇല്ലല്ലോ. പാർട്ടിയാണ് തട്ടിച്ചത് വെട്ടിച്ചത് എന്ന് പൊതുസമൂഹത്തിനറിയാം. അവിടെ അഡ്വക്കേറ്റ് ഹസ്കറിനെ പോലുള്ളവരാണ് മറുപടി പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. പക്ഷേ താങ്കൾ അത് അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ താങ്കൾ അത് അഡ്മിറ്റ് ചെയ്തു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, നടക്കാൻ പാടില്ല. ഇതിന് എന്ത് പരിഹാര മാർഗമാണ് നിർദ്ദേശിക്കാനുള്ളത്? കാരണം സഹകരണ മേഖല ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. ഇത്തരം തട്ടിപ്പുകൾ പലതും ഇനി പുറത്തു വരും, താമസിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വന്നു, ഇന്നലെ വന്നു. അതുകൊണ്ട് തന്നെ ഇതിലൊരു സുതാര്യത ഉറപ്പുവരുത്താൻ എന്ത് പരിഹാര മാർഗമാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? അഡ്വക്കേറ്റ് ഹസ്കർ. കാണേണ്ടത് വളരെ അപകടം പിടിച്ച ഒരു കാലത്താണ് സഹകരണ മേഖല ഇപ്പോൾ. കേന്ദ്ര സഹകരണ വകുപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ വരാൻ പോകുന്ന ഒരു സാഹചര്യം. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സ്ഥാപനങ്ങൾ വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശത്തെ കവർന്നെടുക്കാൻ സഹകരണം ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മാത്രം വിഷയമാണ്. കേന്ദ്രത്തിന് അതിൽ മറ്റു സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ അധികാരം കവർന്നെടുക്കാം. അത് ഭയം കൊണ്ടിട്ട് അല്ല പറയുന്നത്. സഹകരണ പ്രസ്ഥാനത്തിന് നമുക്ക് കൂനൂരിൽ നിന്ന് ആരംഭിക്കുന്ന സായിപ്പ് തുടങ്ങി വെച്ചൊരു ചരിത്രം നമുക്കുള്ളത്. സായിപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും സ്വാതന്ത്ര്യത്തിനും മുമ്പ് ദേശീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയ ഒരുപാട് സഹകരണ സംഘങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൽ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും സുശക്തമായ മാതൃകയാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ളത് മഹാരാഷ്ട്രയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും. അപ്പൊ സ്വാഭാവികമായി കേരളത്തിലെ സഹകരണ മേഖലയെ ഉന്നമിച്ചുകൊണ്ട് അത് വളഞ്ഞു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ചില നിയമനിർമ്മാണങ്ങളിലൂടെ കേന്ദ്ര സഹകരണ വകുപ്പ് വരുന്നത്. നമ്മുടെ വിഷയമല്ല ഇപ്പോൾ. നമ്മുടെ വിഷയം എങ്ങനെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിമിതികൾ, അത് CPIM നടത്തുന്ന സഹകരണ സ്ഥാപനങ്ങൾ മാത്രമല്ല, മാവേലിക്കരയിൽ എനിക്കൊന്ന് ഇത് പങ്കെടുക്കുന്ന ഷാജിക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് പറയുന്നത്. 5 കൊല്ലം മുമ്പാണ് മാവേലിക്കരയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘം പൊളിഞ്ഞിട്ട് നിക്ഷേപകർക്ക് ഇന്നും പണം കിട്ടിയിട്ടില്ല.
അവരവരുടെ നിയമ നടപടികളുമായി പോയിക്കൊണ്ട് അല്ല, CPM-ഉം കോൺഗ്രസും സഹകരണ സംഘങ്ങൾ നടത്തിയാലും അനുഭവിക്കുന്ന മൊത്തം പാവപ്പെട്ട നിക്ഷേപകരല്ലേ? അവരെന്ത് പിഴച്ചു? ഈ സഹകാരികളെ സംബന്ധിച്ചിടത്തോളം അവർ മുടക്കിയിട്ടുള്ള പണം, നിക്ഷേപിച്ചിട്ടുള്ള പണത്തിന് യാതൊരു തരത്തിലും ഒരുപക്ഷെ കാലതാമസം വന്നിരുന്നാൽ തന്നെ അവർ നിക്ഷേപിച്ചിട്ടുള്ള പണത്തിന് കൃത്യമായി അതിനൊരു പരിഹാരം ഉണ്ടാകും. ഒരു സംശയം വേണ്ട. കുഴൽമന്ദം ഇപ്പോ ഏറ്റവും കൂടുതൽ മറ്റൊരു ആരോപണം ഉയർത്തുന്നത് കുഴൽമന്ദം അർബൻ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ച് കുഴൽമന്ദത്തെ കോൺഗ്രസ് ഭരണസമിതിയാണ്. അതുപോലെ കോഴിക്കോടുള്ള AR നഗർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അതിലാണ് ഇപ്പോ ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് ഒക്കെ വന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മകന് 3.5 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. അതിൽ ഇൻകം ടാക്സ് അറ്റാച്ച്മെന്റ് വന്നിട്ടുള്ള ഓഡിറ്റർ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകൾ പോലും ശരിയായിരുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് അവിടെ 13ഓളം നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് KYC നോംസ് പോലും പാലിക്കപ്പെടാതെ നടന്നു വന്നൊരു സംഘടന. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പല സഹകരണ സംഘടന, ഭൂരിപക്ഷ സഹകരണ സംഘടന KYC നോംസ് ഒക്കെ തന്നെ ഇപ്പൊ തന്നെ പാലിച്ചു. 2016-17 തന്നെ KYC നോംസ് പാലിക്കണമെന്ന ചട്ടത്തിന്റെ പ്രകാരം KYC നോംസ് ഇപ്പോ എല്ലാ സഹകരണ സംഘങ്ങളിലും പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ സഹകരണ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ വളരെ കൃത്യമായി നാഷണലൈസ്ഡ് ബാങ്കുകളോടൊപ്പം തന്നെ ഇടപിടിക്കുന്ന അതിലൊന്നും തർക്കമില്ല. അതൊക്കെ അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇതുപോലെ 300-400 കോടിയൊക്കെ അടിച്ചുകൊണ്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് അസ്കർ, ഈ എന്നിട്ട് കേരളത്തിലെ സഹകരണ മേഖലയെ വാനോളം പുകഴ്ത്തുക, അത് എങ്ങനെ ഉൾക്കൊള്ളാനാവും? ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ കേരളത്തിലെ സഹകരണ മേഖലയെ ആഗമനം അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സഹകാരികളെ ആഗമനം ആക്ഷേപിക്കാൻ കഴിയില്ല. ഞാനിത് പറഞ്ഞു. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കുഴൽമന്ദത്തെ നമ്മുടെ കേരള പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രസിഡന്റിന്റെ പരമാധികാരമുണ്ട്. അതിലെ ഡയറക്ട് ബോർഡ് അംഗങ്ങളാണ് ഇത്തരം ലോണുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാഥമിക ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആ ഡയറക്ട് ബോർഡ് അംഗങ്ങൾക്ക് ചുമതല നൽകി ഓരോ പ്രദേശത്തെയും ലോണുകൾ സംബന്ധിച്ച് ഡിസ്ബേഴ്സ്മെന്റിനുള്ള അധികാരം അല്ലെങ്കിൽ അവർക്കാണ് അത് പാസ്സാക്കാനുള്ള അധികാരം നൽകുക. സോ ഈ വന്നിട്ടുള്ള അതിൽ വന്നിട്ടുള്ള ചില സ്വാഭാവികമായ ജാഗ്രത കുറവാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പ്രസിഡന്റിന് വന്നിട്ടുള്ള ജാഗ്രത കുറവാണ് ഇത്തരത്തിലേക്ക് ഒരു വലിയ സ്കാമിലേക്ക് ഇത് കൂത്തിയത്. അപ്പൊ സ്വാഭാവികമായും അത് പരിഹരിക്കുന്നതിന് നമ്മുടെ സഹകരണ നിയമത്തെ എങ്ങനെ പുനഃക്രമീകരിക്കാൻ പറ്റും? റീസ്ട്രക്ചറിങ് തന്നെയാണ് ഇപ്പോൾ വേണ്ടത്. ആ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടത് ഞാൻ നേരത്തെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ശക്തമാക്കുന്നതിന് ആവശ്യമാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏജൻസികളെ പോലെ അതുപോലെ ക്രെഡിറ്റ് ഓഡിറ്റിംഗുകൾ കൃത്യമായി നടത്തുക. ക്രെഡിറ്റ് ഓഡിറ്റിംഗുകൾ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നടക്കുന്നതില്ല. ക്രെഡിറ്റ് ഓഡിറ്റിംഗുകൾ ഒരു ക്വാർട്ടറിൽ തന്നെ നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കൃത്യമായി അവിടെ കൊടുക്കുന്ന ലോണുകളെ സംബന്ധിച്ച് പരിശോധന. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ CPI വിശേഷിക്കാൻ നടത്തിയിട്ടുള്ള ആ നേതൃത്വത്തിൽ നടത്തുന്ന സഹകരണ സംഘങ്ങളിലെല്ലാം ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി അതാത് സ്ഥലത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടി ഏരിയയുടെ സെക്രട്ടറിയും അതാത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും ബാങ്കിന്റെ ഡയറക്ട് ബോർഡിലുള്ള പാർട്ടി അംഗങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളി യൂണിയന്റെ അല്ലെങ്കിൽ എംപ്ലോയീസ് യൂണിയന്റെ ഒരു പ്രതിനിധി അടക്കമുള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ സബ് കമ്മിറ്റി കാലാകാലങ്ങളിൽ ചേർന്ന് ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്താറുണ്ട്. അപ്പൊ ഈ പരിശോധനകളുടെ ജാഗ്രത കുറവാണ്. 2 പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും. അസ്കർ, അവരൊക്കെ പരൽമീനുകളാണ് അസ്കർ. വൻ തിമിംഗലങ്ങളുണ്ട്. ആ തിമിംഗലങ്ങളെ പിടിക്കണം. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന് ഇരയായിട്ടുള്ള പാവപ്പെട്ട നിക്ഷേപകർക്ക് അവരുടെ തുക തിരിച്ചു കൊടുക്കും. അതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സഹകരണ മന്ത്രി VN വാസവന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? അല്ല, നിശ്ചയമായും ഇക്കാര്യത്തിൽ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ സസ്പെൻഷനോ അല്ലെങ്കിൽ പിന്നെ തരം താഴ്ത്തലൊന്നും അല്ല. ഈ പൈസ എങ്ങനെ തിരിച്ചു കിട്ടും? കാരണം അടുത്ത മാസം കല്യാണം നടത്തേണ്ടവരുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾ, വീട് എടുക്കാനുള്ളവരൊക്കെ ഉണ്ട്. അവരെല്ലാം കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയല്ലേ. ഇത്രയും വലിയൊരു ചതിയും തട്ടിപ്പും നടത്തിയിട്ട് അത് CPM ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ബാങ്കാണ്. സ്വാഭാവികമായും ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ അവരുടെ ഈ ആധിയും ഉത്കണ്ഠയും ഒക്കെ അകറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയല്ലേ. സർക്കാർ ഉടനടി വേണ്ടത് അതാണ്. ഇതിനൊരു പരിഹാരം
ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കുന്നു, അത് പറയാനുള്ള കാലതാമസം ഉണ്ടാവരുത് അല്ലേ? സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഡെപ്പോസിറ്റ് സെക്യൂരിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ വരെയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ. അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ആ ഡെപ്പോസിറ്റ് തത്തുല്യമായി ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് അത്തരത്തിൽ ഒരു അഭാവം ഇക്കാര്യത്തിലുണ്ട്, നിയമപരമായിട്ടുള്ള അഭാവം. ആ നിയമപരമായ അഭാവം സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയിലേക്ക് നമുക്ക് മാറ്റിയേക്കാൻ കഴിയില്ല. കാര്യം കാലാകാലങ്ങളായി വന്നിട്ടുള്ള പല ഗവൺമെന്റുകളും ഇക്കാര്യത്തിൽ ഒരു പുനഃക്രമീകരണം, കാരണം നേരത്തെ ഈ 2 ലക്ഷം രൂപ വെച്ചിട്ട് വർഷങ്ങളായി. അപ്പൊ പക്ഷെ നമ്മുടെ നിക്ഷേപങ്ങളുടെ തുക വലിയ തുകയായി സഹകരണ സംഘങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അപ്പോഴും അതിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും അതിനൊരു മാറ്റം വരണം, പുനഃക്രമീകരണം വരണം, അതുപോലെ തന്നെ ഇൻഷുറൻസ് വരണം. അതുപോലെ തന്നെ ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയും. കാരണം ഇതിന്റെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ആ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് ഈ പ്രതികളിൽ നിന്ന് അവർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സമ്പാദിച്ചിരിക്കുന്ന മുഴുവൻ തുകയും കണ്ടുകെട്ടുക. അതിന് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അതിന്റെ നടപടിക്രമങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾക്ക് അത് നിക്ഷേപകർക്ക് കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ അത് സമയബന്ധിതമായി ചെയ്തു തീർക്കാനുള്ള നമ്മുടെ നാടിന്റെ നിയമപരമായിട്ടുള്ള പരിമിതി അക്കാര്യത്തിലുണ്ട്. അപ്പൊ ആ സമയം ഓക്കെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അസ്ക. ഈ കൂട്ട നടപടി, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ, സസ്പെൻഷൻ, തരം താഴ്ത്തൽ, ഇതൊന്നും സഹകരണ മേഖലയുടെ മുഖം രക്ഷിക്കാനുള്ള ഒരു പോംവഴിയല്ല. ഇതൊക്കെ വെറുമൊരു ഐവാഷാണ്. ഭരണസമിതികളെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നിലവിലുള്ള സംവിധാനത്തിൽ ഘടനാപരമായ മാറ്റം വരുത്തണം. ഡോക്ടർ SP രാജേഷ് നിർദ്ദേശിച്ചതാണ്. അതിനെ പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നു. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് അത് തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് നൽകാൻ സഹകരണ മേഖല കൈയാളുന്നവർക്ക് സാധിക്കണം. സുതാര്യമായിരിക്കണം, ആത്യന്തികമായി സുതാര്യമായിരിക്കണം ഇടപാടുകൾ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.